നമ്മൾ ചില ആൾക്കാർ ശൈഖന്മാരൊക്കെ കാണും, അവരുടെ അടുത്ത് ഒരുപാട് ഇജാസത്തുകൾ ഉണ്ടാവും, ഒരുപാട് റിയാദ വീട്ടിയവരായിരിക്കും, പല കാര്യങ്ങളും അവർ ചെയ്യിക്കാൻ സാധിക്കും, അവരിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, പ്രപഞ്ചം തന്നെ അവരുടെ കയ്യിലിരിക്കും, അവർക്ക് തോന്നുന്ന പോലെ എന്തും ചെയ്യാം, അവർക്ക് ആരെയും എങ്ങനെ ഉപദ്രവിക്കാം, കൊല്ലുവരെ ചെയ്യാം. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ സംബന്ധിച്ച് ഓലയ്ക്ക് ഷെയ്ഖുൽ അക്ബർ, ഏറ്റവും വലിയ ഷെയ്ഖ്. എന്നാൽ അള്ളാഹിന്റെ ആരിഫ്യങ്ങളിൽ അവർക്ക് ഒരു വിലയില്ല. അങ്ങനത്തെ ആൾക്കാർ അള്ളാഹിന്റെ വലിയ ആൾക്കാരുമില്ല. അവരൊക്കെ അവരൊക്കെ ഇടനിലക്കാരാണ്. അവർ മുന്നോട്ട് പോകുന്ന യാത്രയിൽ അവരെ ദുനിയാവിന്റെ മറകൾ അവർക്ക് കട്ടിയായപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു ഇങ്ങനെങ്കിലും ദിക്ക് കുറച്ച് ചെല്ലട്ടെ എന്നൊക്കെ വിചാരിച്ച് ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ വഴി തുറന്നു കൊടുത്തപ്പോൾ അവർ ആ താല്പര്യങ്ങളെ പിന്നാലെ പോയി എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടി അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ മുറബിയായ ശേഖം നിങ്ങൾക്ക് അള്ളാൻ അറിയണ്ടേ, ഇത് മതിയോ, കുറേ ആ കാര്യം നേടി ഈ കാര്യം നേടി അതിന് പിന്നാലെ നടന്നാൽ മതിയോ, അള്ളാൻ അറിയണ്ടേ, ദുനിയാവിൽ ആഖിറത്തിലുള്ള ആവശ്യങ്ങളല്ലല്ലോ നമുക്ക് വലുത് എന്ന് അവരോട് പറഞ്ഞാൽ അതിൽ ഭൂരിപക്ഷ ആൾക്കാരും ആ വഴി സ്വീകരിക്കില്ല. കാരണം അവർ ഇതിന്റെ ആസ്വാദനത്തിലായി പോയിട്ടുണ്ടാവും. അവർ നേടിയെടുത്ത സാധനങ്ങളുണ്ടല്ലോ അതിന്റെ ആസ്വാദനം, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി അള്ളാലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് വേണ്ട, ഇല്ലെങ്കിൽ ഞാൻ ഈ ആസ്വാദനത്തിൽ ഇങ്ങനെ കഴിഞ്ഞോളാം എന്ന് അവരിങ്ങനെ പറയാൻ തയ്യാറാവും. കാരണം അവർ എത്ര വലിയ ആൾക്കാരായാലും ഈ പ്രപഞ്ചമൊക്കെ അവരെ കീഴാണെങ്കിലും രാജാക്കന്മാരാണെങ്കിലും അള്ളാഹിന്റെ മാരിഫത്തുനിന്ന് ഒരു അംശം പോലും അവർക്ക് ഉണ്ടാവില്ല. കാരണം അതാണല്ലോ അവരുടെ ലക്ഷ്യം, നമ്മളൊക്കെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമല്ലോ.